കായംകുളം MSM വനിതാ ഹോസ്റ്റലിൽ രാത്രി നേരങ്ങളിൽ ഭീതി പടർത്തിയ അജ്ഞാതൻ പിടിയിലായി. 17 വയസ്സുകാരനാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾ ഇയാളെ തിരിച്ചറിഞ്ഞു. 3 തവണ ഹോസ്റ്റലിൽ എത്തിയതായി ഇയാൾ പോലീസിന് മൊഴി നൽകി. ബംഗളൂരുവിൽ ഒളിവിലായിരുന്ന 17-കാരൻ കൊല്ലത്തെത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. സംഘത്തിൽ ഒന്നിലധികം പേർ ഉണ്ട് എന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്. ശരണ്യ സ്നേഹജൻ ഈ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. ശരണ്യ, ആദ്യം എങ്ങനെയൊക്കെയായിരുന്നു ഈ ഹോസ്റ്റലിൽ ഭീതി പടർത്തിയിരുന്നത് ഇയാൾ? എൽദോ, ഈ കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞ ഒരാഴ്ച കാലയളവിലാണ് ഇത്തരത്തിൽ MSM കോളേജിന്റെ വനിതാ ഹോസ്റ്റലിൽ ഒരു അപരിചിതൻ എത്തുകയും പുലർച്ചെ കാലങ്ങളിലെത്തി അയാൾ ഈ വിദ്യാർത്ഥികൾ വലിയ ഭീതി പടർത്തുകയും ചെയ്തത്. കോളേജിന്റെ ശുചിമുറിയിൽ അടക്കം കയറിയ ഇയാളെ പിന്നീട് വിദ്യാർത്ഥികൾ അവർ കിടന്നുറങ്ങുന്ന മുറിയിൽ ഉൾപ്പെടെ കണ്ടിരുന്നു. തുടർന്ന് വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥിനികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ സംഭവത്തിനകത്ത് നിരന്തരം ഇയാൾ എത്തുന്ന കുട്ടികൾ ഇയാളെ കാണുകയും പരീക്ഷാ കാലയളവിൽ രാത്രി ഉറക്കം നിന്ന് ഭയന്ന് കുട്ടികൾ ഇരിക്കേണ്ട ഒരു സാഹചര്യവും വന്നിരുന്നു. തുടർന്ന് നമ്മൾ ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരികയും ചെയ്തിരുന്നു. പിന്നീടാണ് പോലീസ് നേതൃത്വത്തിൽ അന്വേഷണത്തിലേക്ക് ഇത് കടക്കുകയും അത്തരമൊരു അന്വേഷണത്തിലാണ് ഇപ്പോൾ 17-കാരനാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. കായംകുളം സ്വദേശി, അതായത് പ്രദേശവാസി തന്നെയായ 17-കാരനാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇയാളെ കായംകുളം പോലീസ് കൊല്ലത്ത് നിന്നാണ് ഇന്നലെ രാത്രി പിടികൂടിയത്. വിദ്യാർത്ഥിനികൾ ഇയാളെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത ആളായതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങളിലേക്ക് മാത്രമേ കടക്കാനാവുകയുള്ളൂ. പക്ഷേ വിദ്യാർത്ഥിനികൾ ആരോപിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഏറ്റവും ഒടുവിലത്തെ ദിവസം, അതായത് കഴിഞ്ഞ ശനിയാഴ്ച അവിടെ എത്തിയ ആൾ ഈ കൗമാരക്കാരനല്ല എന്നുള്ളത് കുട്ടികൾ ഉറപ്പായും പറയുന്നുണ്ട്. കാരണം പോലീസ് നിരീക്ഷണത്തിലുള്ള ഘട്ടത്തിൽ പോലും ടെറസിന്റെ മുകളിൽ ഒരു അപരിചിതനെ കുട്ടികൾ കണ്ടിരുന്നു. അവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെ കണ്ടിരുന്നു. പക്ഷെ അത് മുതിർന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥിനികൾ ഇപ്പോഴും നിൽക്കുന്നത്. ഈ കൗമാരക്കാരൻ മാത്രമാണ് പക്ഷേ ഈ കേസിൽ ഉള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്നാണ് വിദ്യാർത്ഥിനികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശങ്കകൾ നിറച്ച ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഒരാൾ പിടിയിലായിട്ടുള്ളത്. ഈ ഒരാൾ കൂടുതൽ ഈ സംഘത്തിലുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ് ശരണ്യ? എന്തോ കഴിഞ്ഞ രണ്ട് തവണ, അതായത് ഈ CCTV ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിലുള്ള ആളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള കൗമാരക്കാരൻ. മറിച്ച് അത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചയോടെ, അതായത് ഇവിടെ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് ഈ സംഭവങ്ങൾ കോളേജ് ഹോസ്റ്റലിൽ അരങ്ങേറുന്നത്. പലതവണ വിദ്യാർത്ഥികൾ കാൽപ്പാടുകളടക്കം കാണിച്ചുകൊണ്ടും വ്യക്തി അകത്തേക്ക് കയറിയുന്നു അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാനേജ്മെന്റിനെ സമീപിച്ചെങ്കിലും മാനേജ്മെന്റ് അത് വലിയ കാര്യത്തോടെ എടുത്തിരുന്നില്ല. പിന്നീട് വിദ്യാർത്ഥികൾ തന്നെ നിർബന്ധിച്ച് CCTV പരിശോധിച്ചപ്പോഴാണ് CCTV ദൃശ്യങ്ങൾ ഇയാൾ പതിഞ്ഞതായി കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് പിന്നീട് പോലീസ് നിരീക്ഷണത്തിൽ കോളേജ് ഇരിക്കുന്ന ഘട്ടത്തിൽ ഈ ശനിയാഴ്ച രാത്രിയോടെ, അതായത് ഞായറാഴ്ച പുലർച്ചയോടെ ഇയാൾ വീണ്ടും മറ്റൊരാൾ ഹോസ്റ്റലിലെത്തി. വിദ്യാർത്ഥികൾ അന്നും നമ്മളോട് ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യം, ആദ്യം വന്നത് ഒരു കൗമാരക്കാരനാണെങ്കിൽ പിന്നീട് വന്നത് അങ്ങനെ ഒരാളല്ല, മറിച്ച് മുതിർന്ന ഒരാളാണ് എന്ന് വിദ്യാർത്ഥികൾ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾ നമ്മളോട് പറയുന്നത്. ഇന്ന് ഈ കൗമാരക്കാരൻ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തള്ളുന്നില്ല. ഇയാളാണ് ആദ്യഘട്ടത്തിൽ വന്നത്, പക്ഷെ ലാസ്റ്റ് വന്നത് ഇയാളല്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത്. എന്തായാലും പോലീസ് പറയുന്നത് ഈ കൗമാരക്കാരൻ മാത്രമാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. 3 തവണ എത്തിയെന്ന് അയാൾ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നശിപ്പിച്ചു കളഞ്ഞിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കേസിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് എന്നാണ് വിദ്യാർത്ഥികളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പേരുണ്ട് എന്നുള്ള അനുമാനത്തിലാണ് വിദ്യാർത്ഥിനികൾ. എന്നാലും പുലർച്ചെ സമയങ്ങളാണ് കൂടുതൽ ഇയാൾ എത്തിയിരുന്നത്. വലിയ പ്രതിഷേധമുണ്ടാക്കിയിരുന്നു. ഹോസ്റ്റലിൽ ഭീതി പടർത്തിയ അജ്ഞാതനെ പിടികൂടിയത് കൊല്ലത്ത് നിന്നാണ്. അവിടെ ബംഗളൂരുവിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം തിരികെ എത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലാവുന്നത്. എന്നാലും തൽക്കാലത്തേക്ക് ആ ഭീതി ഉയർത്തിയ യുവാവ് പിടിയിലാവുകയാണ്. ഹോസ്റ്റലിലെത്തി. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. MSM ഹോസ്റ്റലിലാണ് ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു ഭീതി പരത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ന്യൂസ് 18 ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടതും. കായംകുളം MSM വനിതാ ഹോസ്റ്റലിൽ രാത്രി നേരങ്ങളിൽ ആണ് ഇയാൾ പതിവായി എത്തിയിരുന്നത്. 17 വയസ്സുകാരനാണ് പിടിയിലായത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇയാളെ വിദ്യാർത്ഥിനികൾ തിരിച്ചറിയുകയും ചെയ്തു. 3 തവണ അയാൾ ഹോസ്റ്റലിൽ എത്തിയെന്ന് ഇയാൾ പോലീസിനെ മുന്നിൽ സമ്മതിച്ചിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുമുണ്ട്. 3 തവണ ഹോസ്റ്റലിൽ കയറിയെന്ന് മൊഴി നൽകിയിരിക്കുന്നു. ഇത്രയും നാൾ ബംഗളൂരുവിൽ ഒളിവിലായിരുന്നു. ഈ 17-കാരൻ കൊല്ലത്തെത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്.